നമസ്കാരം. സംസ്ഥാനത്ത് സ്കൂൾ കലോത്സവത്തിനെത്തുമ്പോൾ മത്സരാർത്ഥികളും അധ്യാപകരും നേരിടുന്ന പ്രധാന പ്രശ്നം വേദികൾ കണ്ടെത്തുക എന്നതാണ്. ഇത്തവണ 25 വേദികളിലായാണ് തിരുവനന്തപുരത്ത് കലോത്സവം നടക്കുന്നത്. പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയം എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാനും അവിടേക്ക് എത്താനും കഴിയും. എന്നാൽ മറ്റ് 24 വേദികൾ ഏതൊക്കെയാണെന്ന സംശയം പലർക്കും ഉണ്ടാക്കും. പക്ഷേ 63ാമത് സ്കൂൾ കലോത്സവത്തിൽ ആർക്കും വേദികൾ അറിയാതെ ബുദ്ധിമുട്ടേണ്ടി വരില്ല. കലോത്സവ വേദികളിലെത്താൻ QR കാർഡ് പുറത്തിറക്കിയിട്ടുണ്ട് സംഘാടക സമിതി. വിവിധ വേദികൾ, രജിസ്ട്രേഷൻ കേന്ദ്രം, വാഹന പാർക്കിംഗ്, ഭക്ഷണശാല തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഗൂഗിളിന്റെ സഹായത്തോടെ എത്തുന്നതിനായി ട്രാൻസ്പോർട്ട് കമ്മിറ്റിയാണ് QR കോഡുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. സാധാരണക്കാർ പോലും ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് വളരെ ഉപകാരപ്രദമാകുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഇവ മന്ത്രി വി ശിവൻകുട്ടി പുറത്തിറക്കിയിട്ടുണ്ട്. ഓരോ വേദികൾക്കും പ്രത്യേകം QR കോഡുകളാണ് ഉള്ളത്. തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലും ബസ്സുകളിലും QR കോഡുകൾ പ്രദർശിപ്പിക്കും. മൊബൈൽ ഫോണിലൂടെ QR കോഡ് സ്കാൻ ചെയ്ത ലൊക്കേഷൻ കൃത്യമായി മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷനും മറ്റ് വിവരങ്ങളും ലഭിക്കുന്നതാണ്. കലോത്സവത്തിനായി മറ്റ് ജില്ലകളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് QR കോഡുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. മത്സരാർത്ഥികൾക്കുള്ള സൗകര്യങ്ങൾ അറിയാനും QR കോഡ് കൊണ്ട് ഉപകാരപ്പെടും. കലോത്സവത്തിനെത്തുന്ന മത്സരാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളെക്കുറിച്ച് സമഗ്രമായാണ് ഇതിലൂടെ അറിയാൻ കഴിയുന്നത്. QR കോഡ് സ്കാൻ ചെയ്താൽ ഓരോ ജില്ലയിലെയും മത്സരാർത്ഥികൾക്ക് അനുവദിച്ചിട്ടുള്ള താമസ സ്ഥലം, രജിസ്ട്രേഷൻ സെന്റർ, ഭക്ഷണ സ്ഥലം തുടങ്ങിയവയുടെ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ്. നോഡൽ ഓഫീസർമാരുടെ ഫോൺ നമ്പർ, താമസ സ്ഥലത്തിന്റെ ഫോൺ നമ്പർ, താമസ സ്ഥലത്തിന്റെ ലൊക്കേഷൻ, കലോത്സവത്തിന്റെ ബ്രോഷർ, മത്സര സ്ഥലങ്ങളുടെ ലൊക്കേഷൻ, നോട്ടീസ് എന്നിവയും QR കോഡിലൂടെ അറിയാൻ സാധിക്കുന്നതാണ്.